മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം പോലെയാണ് ആന്റണി പെരുമ്പാവൂർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തിയത്. എല്ലാവർക്കും ഇട്ടൊരു അടി തന്നെയാണ്. അതിന് സപ്പോർട്ട് ചെയ്ത് നിരവധി താരങ്ങൾ കൂടി എത്തിയപ്പോൾ ആ സംഭവം സോഷ്യൽ മീഡിയയിൽ കൊഴുത്തു. പ്രേക്ഷകരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി. അതിനുശേഷം ആന്റണി പെരുമ്പാവൂരിന് മറുപടിയുമായി സുരേഷ് കുമാറും എത്തി. അപ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ആന്റണിയുടെ പോസ്റ്റിൽ പറയുന്ന പല കാര്യങ്ങളും വാസ്തവം ആണെങ്കിലും ഒരു കാര്യം കള്ളമാണ്. തന്റെ സിനിമകളുടെ കളക്ഷൻ താൻ എങ്ങും പറഞ്ഞിട്ടില്ല എന്നത് അവാസ്തവം ആണ്. ശരിക്കും കോടി ക്ലബ്ബ് എന്ന അനാവശ്യ ഫാൻ ഫൈറ്റ് തുടങ്ങി വെച്ചത് അദ്ദേഹമാണ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം നിർമ്മിച്ച ദൃശ്യം മുതൽ പിന്നീടാണ് ഈ ക്ലബിൽ കയറുക എന്നത് എന്തോ അഭിമാന പ്രശ്നം പോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം തുടങ്ങുന്നതും മറ്റ് നടന്മാരെ ചിലർ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം തുടങ്ങുന്നതും. സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യത്തോട് പൂർണ്ണമായി യോജിപ്പാണ്. 100 കോടി എന്ന പ്രചരണം നിർത്തണം. അത് ആന്റണിക്കും ബാധകമാണ്. ഇത് ആരാണ് പറഞ്ഞതെന്നും ആർക്കിട്ടാണ് കൊണ്ടതെന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ഗ്രോസ് കളക്ഷൻ തന്നെയാണ്. അത് ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകളിലും വ്യക്തവുമാണ്. ഗ്രോസ് കളക്ഷൻ തന്നെയാണ് പല ട്രേഡ് അനലിസ്റ്റുകളും പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ പ്രൊഡ്യൂസറിന് കിട്ടിയ കണക്കുകളൊന്നും ആരും എവിടെയും പറയുന്നില്ല. അവരുടെ കണക്കുകൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകളും എത്തിയത്. ആന്റണി പെരുമ്പാവൂർ കളക്ഷൻ 100 കോടി എത്തിയ എന്ന വിവരം ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി കൊണ്ടുവന്നത് തന്നെ അദ്ദേഹമാണ്. അതാണ് ഇന്നത്തെ കാലത്ത് ആ ചിത്രത്തിന് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയി മാറുന്നതും. ഇത്രയും കോടി കിട്ടിയ ചിത്രമാണ്, എന്നാൽ നമുക്ക് പോയി കാണാമെന്ന് പ്രേക്ഷകർ വിധി എഴുതുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അത് നടക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രിയും ചെയ്യുന്ന കാര്യം തന്നെയാണ് ആന്റണി പെരുമ്പാവൂരും ചെയ്യുന്നത് എന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ മഹാനെ പ്രേക്ഷകർ ഓർമ്മപ്പെടുത്തുന്നതുമുണ്ട്. അവരുടെ ഭൂരിഭാഗം അഭിപ്രായവും ഇത് തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം പ്രൊമോഷന്റെ ഭാഗമായാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം പല സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഇതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഒന്നും കിട്ടാത്ത പടങ്ങൾക്ക് പോലും 100 കോടി കിട്ടിയെന്ന് പറഞ്ഞവരും ഉണ്ട്. അതൊക്കെ വേറെ കഥ. സിനിമയ്ക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് മാർക്കറ്റിംഗ് നടത്തേണ്ടതും. എന്തായാലും പ്രേക്ഷകർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. ഇവരുടെ ഈ ഫൈറ്റുകൾ കാണാൻ തന്നെ ബഹുക്കേമം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. ധ്യാൻ ഒരിക്കൽ പറയുകയുണ്ടായി, തട്ടത്തിൻ മറയത്ത് ചെയ്തതിന് ശേഷമാണ് ശ്രീനിവാസൻ സാമ്പത്തികമായി ഭദ്രമായത് എന്ന്. ഇത് 30 വർഷമായി തുടരെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ എഴുതിയും സംവിധാനം ചെയ്തും നടന്നിരുന്ന ശ്രീനിവാസന് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകാൻ അയാൾ സ്വയം ഒരു നിർമ്മാതാവ് ആവേണ്ടി വന്നു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി പപ്പു, ഒടുവിൽ മാള, കൊച്ചിൻ ഹനീഫ, KPSC ലളിത, ലോഹിദാസ്, ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ മാഷ് എന്നിങ്ങനെ എത്രയെത്ര ജനപ്രിയ കലാകാരന്മാരെ ഇവരൊക്കെ പിഴിഞ്ഞ് എടുത്തിരിക്കുന്നു. കഴിഞ്ഞ തലമുറയിലെ നിർമ്മാതാക്കളോളം വലിയ ചൂഷകവർഗം വേറെ ആരുമില്ല. ഇന്ദ്രൻസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം എന്ന് മുതലാണ് ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും ബഹുമാനവും കിട്ടിത്തുടങ്ങിയത് എന്ന്. ജോലിക്കുള്ള കൂലിയും ആദരവും സെറ്റിൽ കിട്ടിത്തുടങ്ങിയത് ഈ പൃഥ്വിരാജും ഫഹദും ദുൽഖറുമൊക്കെ നിർമ്മാണത്തിലേക്ക് വന്നതിന് ശേഷമാണ്. പതിറ്റാണ്ടുകൾ സിനിമയിലെ കലാകാരന്മാരുടെയും ടെക്നീഷ്യന്മാരുടെയും ചോരയും നീരും ഊറ്റിക്കുടിച്ച് പ്രമാണിമാരായ മുതലാളിമാരുടെ ഇല്ലങ്ങൾ ഇന്ന് ചിതലരിച്ചുറഞ്ഞു. കഴുക്കോലൊടിഞ്ഞും ചോർന്നും നാറിയും കിടക്കുകയാണ്. പണ്ടത്തെ പോലെ ചൂഷണം ചെയ്യാൻ ആളുകൾ നിന്നു തരുന്നില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും ഇപ്പോൾ ഗൗനിക്കുന്നില്ല. പലരും പ്രൊഡക്ഷനാണ് എന്ന് പറഞ്ഞ് ഷർട്ടുമിട്ട് ഇന്ന് ഇരിക്കുന്നതേ ഉള്ളൂ. പലർക്കും നിവൃത്തിയില്ല. സുരേഷ് കുമാറിന്റെ വാക്കുകളാണ്. സുഹൃതക്ഷയം അല്ലാതെന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. ഫിലിം ഇൻഡസ്ട്രി നഷ്ടത്തിലാണ്, അതുകൊണ്ട് അതിനെതിരെ ജൂൺ മുതൽ സമരം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തിയേറ്റർ മുതൽ ലൈറ്റ് ബോയുടെ വരെ വയറ്റിലടിക്കുന്ന സുരേഷ് ജി ഒരു വശത്ത്, അതിന്റെ ഇടയിൽ കൂടെ വരെ തങ്ങളുടെ സിനിമയ്ക്ക് ഫ്രീ പ്രൊമോഷൻ കിട്ടാൻ പണി ഒപ്പിക്കുന്ന ബുദ്ധിമാന്മാരായ ഒരു പ്രൊഡ്യൂസറും സംവിധായകനും മറുവശത്ത്. കഴിഞ്ഞ ദിവസം രാവിലെ TV വെച്ച് നോക്കിയവർക്ക് അറിയാം, എല്ലാ വാർത്താ ചാനലുകളിലും എമ്പുരാൻ സിനിമയെപ്പറ്റി ചർച്ചയുണ്ടായിരുന്നു. 6 മാസം മുന്നേ ഒരു ചർച്ചയ്ക്ക് വകുപ്പുള്ള പോസ്റ്റും ഇറക്കി വിട്ട് റിലീസ് ഡേറ്റ് പ്രഖ്യാപനം. 3 മാസം മുന്നേ ടീസർ ഇറക്കി, കൂടെ തന്നെ നോർത്ത് ബെൽറ്റിൽ കൂടെ ഇന്റർവ്യൂ കൊടുത്ത് പ്രൊമോഷൻ പരിപാടികൾക്ക് തുടക്കം. 18 ദിവസം രാവിലെയും വൈകിട്ടും ക്യാരക്ടർ പോസ്റ്റ് ഇറക്കി വിട്ട് റിലീസിന് 1 മാസം മുന്നേ വരെ എമ്പുരാൻ സോഷ്യൽ മീഡിയയിൽ സജീവം. അവസാനം 1 മാസം ഇന്റർവ്യൂ അടക്കം ഹെവി ക്യാമ്പയിൻ വേറെ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ഇതിനിടയ്ക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി മുതലാക്കി വേറെയും പ്രൊമോഷൻ. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നും ഇവർക്ക് നന്നായി അറിയാം. ഇതെല്ലാം പൃഥ്വിയുടെ തലയിൽ നിന്നും വരുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നതെന്ന് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഈ അവസരത്തിൽ കുറിക്കുകയാണ്. സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് പുള്ളിയോളം അറിയുന്ന മറ്റാരും മലയാളത്തിലില്ല. ഇതെല്ലാം കൊള്ളാവുന്ന PR ടീമിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ആവാം. ഫിലിം പ്രൊമോഷന്റെ കാര്യത്തിൽ എമ്പുരാൻ മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു പാഠപുസ്തകം തന്നെയാണ്. പ്രത്യേകിച്ച് നെഗറ്റീവായി ഒന്നും സംഭവിച്ചില്ല എങ്കിൽ കേരളത്തിലെ ഒരു 80-90 സിനിമ റെക്കോർഡുകളും എല്ലാം വീഴും. ഇങ്ങനെ കൂടി പറയുന്ന പ്രേക്ഷകർ കൂടി എത്തി. അതിൽ വേറെ രീതിയിൽ ചിന്തിച്ചെടുത്താൽ ഇങ്ങനെയും കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും രൂക്ഷമായ പ്രശ്നമുണ്ട്. അതിന് പ്രതികരിച്ചപ്പോൾ അതൊരു പ്രൊമോഷൻ പരിപാടിയാക്കി മാറ്റി എന്ന രീതിയിലാണ് ചില പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും എമ്പുരാനെ കുറിച്ച് പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഒരു വാർത്ത വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ആന്റണി പെരുമ്പാവൂരിന് നന്നേ അറിയാം. കേരളത്തിൽ ഒരു വാർത്ത വന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം എമ്പുരാനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വാർത്ത വരേണ്ടത് എവിടെയാണ്? അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ. ഈ വാർത്ത നോർത്ത് ഇന്ത്യയിൽ വരുമോ? ഒന്നും വരാൻ സാധ്യതയില്ല. ഇവിടെ ഇത് വിറ്റ് പ്രൊമോഷൻ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇത് യഥാർത്ഥ സംഭവം അത് കുറിക്കുക തന്നെ ചെയ്തിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. എന്നിരുന്നാലും ഓഫ്ലൈൻ പ്രൊമോഷന് കിക്ക് സ്റ്റാർട്ട് ആകാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നേ ദിവസം മുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രൊമോഷൻ തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി എത്താൻ പോകുന്നത് കോയമ്പത്തൂരാണ്. ഹിന്ദുസ്ഥാൻ കോളേജിലാണ് മോഹൻലാലും പൃഥ്വിരാജും എത്താൻ പോകുന്നത് എമ്പുരാന്റെ പ്രൊമോഷനുമായി തന്നെ. 20,000 സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിലേക്കാണ് മോഹൻലാലും പൃഥ്വിരാജും എത്തുന്നത്. ഇന്നേ ദിവസം അങ്ങനെയും ചില പ്രൊമോഷൻ പരിപാടികൾ എമ്പുരാന്റേതായി തുടങ്ങുന്നുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രൊമോഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു.